എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിനാശംസകൾ നേരുകയാണ്. ഇന്ന് ഓണമാണ്, ആദ്യ ഓണമാണ്. ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തയ്യാറെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ ഭക്ഷണത്തിൻ്റെ ഒപ്പം നമുക്കറിയാം എല്ലാ വർഷവും ഞാൻ വരാറുള്ള പോലെ മധുരം തിരുമധുരവുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് മധുരം തിരുമധുരത്തിൽ ഞാനുള്ളത് പാലക്കാട് ജില്ലയെല്ലാം വിട്ട് ഞാനിതേ മലപ്പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഈ മലപ്പുറത്തിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷണപ്രേമികളുടെ അല്ലെങ്കിൽ ഇഷ്ട ഭക്ഷണം വിളമ്പി തരുന്ന ഒരുപാട് നല്ല മനസ്സുള്ള, എല്ലാ ജില്ലക്കാരും അങ്ങനെയല്ല കേട്ടോ, എല്ലാവരും നല്ല മനസ്സുള്ള ആളുകളാണ്. പക്ഷേ മലപ്പുറത്തിന് പ്രത്യേക ഒരു സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വേങ്ങര എൻ്റെ കൂടെ എന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മധുരമുള്ള ഒരു പായസം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൃദ്യ ചേച്ചി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹൃദ്യ ചേച്ചിയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഹൃദ്യ ചേച്ചിയുടെ വിശേഷങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ പ്രത്യേക ഡിഷ് എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. വെൽക്കം ബാക്ക് ടു ദ ഷോ നിവ ഗോൾഡൻ ഡയമണ്ട്സ് മധുരം തിരുമധുരം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പായസം ഉണ്ടാക്കി തരാൻ പോകുന്ന ഹൃദ്യ ചേച്ചി, വെൽക്കം ടു ദ ഷോ മധുരം തിരുമധുരം. സുഖമായിരിക്കുന്നു? ഹാപ്പി ഓണം. ആദ്യം ഒന്ന് ഉത്രാടമാണ്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ഈ 4 ഓണത്തിനും 4 പായസം കഴിക്കാനാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഇപ്രാവശ്യത്തിന് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ പാലക്കാട് ജില്ല വിട്ട് മലപ്പുറത്തേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഈ മലപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. മലപ്പുറം സ്നേഹത്തോടെ ഭക്ഷണം വിളമ്പി തരുന്ന ആളുകളാണ്. അങ്ങനെയാണോ? അങ്ങനെയാണ്. ശരി, അപ്പോൾ ഇന്നത്തെ നമ്മളെ പ്രത്യേക ഡിഷ് എന്താണ് ഇന്ന് ഉത്രാടമായിട്ട്? ഓണത്തിന് പായസം ഇല്ലാതെ എന്താണ് ഓണം? പായസം ഇല്ലാത്ത ഒരു ഓണം അല്ല. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ് ഇന്നത്തെ നമ്മുടെ പായസം? നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കി. ഫ്രൂട്ട്സ് വെച്ചിട്ട്? യെസ്. എന്താണ് പായസത്തിന്റെ പേരെന്താ ഇപ്പോൾ കണ്ടു വെച്ചിട്ടില്ലേ? മാങ്ങ പേരക്ക ഇളനീർ പായസം. മാങ്ങ പേരക്ക ഇളനീർ പായസം, ഒരു വെറൈറ്റി പായസമാണ്. അപ്പോൾ മാങ്ങ പഴുത്ത മാങ്ങയാണോ പച്ച മാങ്ങയാണോ? പഴുത്ത മാങ്ങ. നല്ല പഴുത്തണോ? നല്ല മാങ്ങ പഴുത്തെന്ന് പറയുന്നത് വായിൽ വെള്ളം വരും, നല്ല മധുരമുള്ള. അപ്പൊ നല്ല പഴുത്ത മാങ്ങ, അതേപോലെ തന്നെ നല്ല ഇളനീര്. ഇളനീര് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ഇളകണം അല്ലേ? അങ്ങനത്തെ ഇളനീര്. പിന്നെന്താ പറഞ്ഞ പേരക്ക. പേരക്ക എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിലൊക്കെ അടയ്ക്കാപ്പഴം എന്ന് പറയും. നമ്മളവിടെയൊക്കെ അടയ്ക്കാപ്പഴം എന്ന് പറയാം. പേരക്കാന്നും പറയും. ഇവിടെ എന്താ പറയാ? ഇവിടെ അടയ്ക്കാപ്പഴമാണ്, പക്ഷെ എൻ്റെ നാട്ടില് പേരക്ക. അതാ ഞാൻ പറഞ്ഞത്, ചില സ്ഥലങ്ങളിൽ പേരക്കയും ചില സ്ഥലങ്ങളിൽ അടയ്ക്കാപ്പഴമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഒന്നുകൂടി ഞാൻ പറയാം. മാങ്ങ, അതേപോലെ തന്നെ ഇളനീര്, അതേപോലെ തന്നെ പേരക്ക, ഇതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് ഇന്നത്തെ നമ്മളെ പായസം എന്ന് പറയുന്നത്. ഇത് മാത്രം മതി നമുക്ക്? വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി വേണം. അത് നമുക്ക് പതിയെ. യെസ്. അപ്പോൾ ഞാൻ ചേച്ചി ചോദിക്കട്ടെ, അപ്പോൾ ഇന്ന് ഓണമാണ്, 2026 ഓണാണ്. എത്ര പെട്ടെന്നല്ലേ കഴിഞ്ഞ കൊല്ലത്തെ ഓണം ഈ കൊല്ലം ഓണത്തേക്ക് വന്നത്? ഓർമ്മയുണ്ടോ കഴിഞ്ഞ കൊല്ലത്തെ ഓണൊക്കെ? കഴിഞ്ഞ കൊല്ലത്തെ ഓണം ഉണ്ടായിരുന്നില്ല. യെസ്. എന്ത് പറ്റി? അച്ഛൻ. യെസ്. അപ്പോൾ അച്ഛൻ്റെ വിയോഗത്തിൽ അങ്ങനെ ആ ഓണം അങ്ങനെ പോയി. യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ചേച്ചിയുടെ മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് എന്താ? പെട്ടെന്ന് നമ്മൾ ആലോചിച്ചു കുട്ടിക്കാലം. എന്താ പെട്ടെന്ന് കുട്ടിക്കാലം എന്ന് പറയാൻ കാരണം? കുട്ടിക്കാലത്താണ് ഓണം ഉണ്ടായിരുന്നത്. പൂകള് പറിക്കാൻ പോണം, പിന്നെ തറ ഉണ്ടാക്കും, അമ്മ തറ ഉണ്ടാക്കും, ചാണകം മെഴുകും, പിന്നെ മഴയാവും. എന്റെ നാട് വയനാട് അടിവാരാണ്. യെസ്. അപ്പൊ ഇത് ഭർത്താവിന്റെ വീടാണ്. യെസ്. റൈറ്റ്. അപ്പോൾ നമ്മളുള്ളത് മലപ്പുറം വേങ്ങര പറക്കണ്ണിയിലാണ്. ഇതാണ് ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീടാണ്. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 14 വർഷമായി. ഓ ശരി. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല? അവിടെ ഹസ്ബൻഡ്, 3 കുട്ടികള്, അമ്മ. അപ്പൊ ഹസ്ബൻഡ് പേരെന്താ? പ്രവീൺ. എന്ത് ചെയ്യുന്നു? ജ്വല്ലറി ഫീൽഡാണ്. ആള് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യവും? എല്ലാ സപ്പോർട്ടാണ്. യെസ്. ആളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ള ഒരു സ്വഭാവം എന്താ? ഇഷ്ടമുള്ള സ്വഭാവം? എല്ലാ സ്വഭാവവും, ചേട്ടന്റെ എല്ലാ സ്വഭാവവും ഇഷ്ടമാണെന്ന് അറിയാം. റൊമാൻറ്റിക് ആണ്. യെസ്. റൈറ്റ്. എന്താ ചെയ്യാ, ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടി അതിനും വേണം ഭാഗ്യം ചെയ്യാൻ. ശരി, മക്കളുടെ പേരിലേക്ക്. മക്കളാരൊക്കെ? 2 മോള്, 1 മോന്. യെസ്. അമ്മോളുടെ പേരെന്താ? നന്ദിക. 8 പഠിക്കുന്നു. ഓക്കെ. നേതിക 2ാം ക്ലാസ്സിൽ. മോന് നേതിക്ക് 1ാം ക്ലാസ്. യെസ്. ചേട്ടൻ എന്താ പണി എന്ന് പറഞ്ഞു? ജ്വല്ലറി. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ജ്വല്ലറി ഫീൽഡിലാണെങ്കിൽ പോലും ഫാമിലിയോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ലവബിൾ ആണ്, സ്നേഹനിധിയാണ്, കണ്ണിലുണ്ണിയാണ് അല്ലേ? പിന്നെ അമ്മ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ പേര്? ജാനുമണി. എന്താ സ്നേഹത്തോടെ വിളിക്കുക? അമ്മ തന്നെ. ജാനുമണി എന്ന് വിളിക്കുമ്പോൾ ചിലപ്പോൾ ഈ സ്നേഹത്തോടെ ചിലപ്പോൾ ഈ അയലോക്കക്കാരൊക്കെ വിളിക്കും ജാനു ചേച്ചി,
അല്ലെ? അങ്ങനെ അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ശരി, ജാനുമ്മ എന്നൊക്കെ വിളിക്കാം. ഇല്ല, അമ്മ തന്നെയാണ്. യെസ്, എൻ്റെ അമ്മ എങ്ങനെയാണ് കാണുന്നത് അതേപോലെ തന്നെയാണ് ആ അമ്മേനെ വിളിക്കാറ് അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് അറിയാം, ഈ വീട്ടിലെന്ന് പറയുന്ന ഒരുപാട് സമയം നമുക്ക് ഫ്രീ ടൈം കിട്ടും അല്ലേ? ഏറ്റവും ഹോബീസ് എന്തൊക്കെയാണ്? ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കുക്കിംഗ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ നമ്മൾ തന്നെ പുതിയ ഐഡിയാസിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ ഇപ്പോൾ അടുത്തുണ്ടാക്കിയൊരു പുതിയ വിഭവം ഏതാ? പ്രത്യേകിച്ച് ആലോചിച്ച പെട്ടെന്ന് കിട്ടാൻ പോകുന്നത്? പെട്ടെന്നുണ്ടാക്കിയത് ചിക്കൻ ഐറ്റം അല്ല, നമ്മളുടേതായിട്ടുള്ള ഒരു ഐഡിയയിൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ ഭക്ഷണങ്ങൾ. അങ്ങനെ ഉണ്ടാക്കിയത് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ അടുത്ത്? ചിക്കൻ ഐറ്റംസ് ആണ് കൂടുതൽ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ കലാപരിപാടിക്കാണ് കിടക്കാം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? നമ്മൾ തീ കത്തിക്കണം. അതാണ് ഏറ്റവും വലിയ പ്രധാനം. യെസ്. അപ്പൊ നമുക്ക് എന്തായാലും ഇവിടെ എല്ലാം ഐശ്വര്യമായിട്ട് തന്നെ തുടങ്ങുകയാണ്. നമ്മളിതാ സ്റ്റവ് അങ്ങോട്ട് കത്തിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഉത്രാട ദിനത്തിൽ എല്ലാവരും ഭക്ഷണമൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോ പായസം ഉണ്ടാക്കാത്തവർ അല്ലേ, ഇത്ര നേരമായിട്ടും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇതേ ഇപ്പൊ ഇരുന്നുണ്ടായിരിക്കും. തുടങ്ങാം. യെസ്. അപ്പോൾ നമ്മളെ ഇന്നത്തെ പാനിൽ നമ്മൾ അടുപ്പിൽ വെച്ചു, അത് ഗ്യാസിൽ വെച്ച് ചൂടായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നെയ്യ് ഒഴിക്കാം. യെസ്. ഇത് എത്ര നെയ്യ് വേണം ശരിക്കും? ഏകദേശം ഒരു അളവ് എന്ന് പറയാം. 2 സ്പൂണ്. 2 സ്പൂണ്. ഈ സ്പൂണില്ലാതെ നമുക്ക് അളവ് അറിയാൻ പറ്റും. എക്സ്പെർട്ടാണ്. ശരി, ഇനി നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി. യെസ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും സെറ്റായി വന്ന് വറുത്ത് കഴിഞ്ഞു. ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒരു ബ്രൗൺ ഷെയ്ഡിൽ ഇത് എത്തിക്കഴിഞ്ഞു. ഇത് ഇത്ര മതി. യെസ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്താ? നെക്സ്റ്റ് ഈ മാങ്ങ. ഇത് എന്ത് മാങ്ങ? ഇത് നീലൻ മാങ്ങ. നീലൻ മാങ്ങ. അതിന് പ്രത്യേക മാങ്ങ വേണം? അങ്ങനെ നല്ല മധുരമാണ് നീലൻ മാങ്ങ. യെസ്. നീലൻ മാങ്ങയാണ് ഇവിടെ നിന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? എത്ര മാങ്ങ ഉണ്ടാവും ഇതിൽ? ഇത് 2 മാങ്ങ. 2 മാങ്ങ അത്യാവശ്യം വലിപ്പമുള്ളതാണ്. യെസ്, റൈറ്റ്. അപ്പോൾ ഇത് ഈ നെയ്യിലിടാം. ഇത് വറുത്തെടുത്ത നെയ്യിൽ കുറച്ച് ബാക്കിയുണ്ട് നെയ്യ്. അതിലേക്കാണ് നമ്മൾ ഈ മാങ്ങ ഇടാൻ പോകുന്നത് കേട്ടോ. ശരിക്കും ഈ ഉണക്കമുന്തിരിയും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും വറുത്തെടുത്ത് സ്മെല്ല് വരാണ്ട് അല്ലേ? അത് ഒന്നൊന്നര സ്മെല്ലാണ്. ശരിക്കും ആ വീട്ടിൽ പായസം ഉണ്ടാക്കിയെന്ന് അറിയാൻ വേറെ അങ്ങോട്ടും പോകണ്ട, ഈ സ്മെല്ല് കിട്ടിയാൽ മതി. യെസ്. നമ്മൾ ഇളനീരല്ല, പേരക്ക. നമ്മൾ നേരത്തെ ഇത് എത്ര പേരക്ക ഉണ്ടാവും? ഒരു പേരക്ക. യെസ്. അപ്പൊ ഇനി എന്താണ് നമ്മൾ ഇത് രണ്ടാണ് ആദ്യം ഇടുന്നത്. ഓക്കെ. ഇനി ഇത് 2 സ്പൂൺ പഞ്ചസാര. യെസ്. ഞാൻ ഇട്ടോട്ടെ. ഇത് എത്ര വേണമെന്ന് പറയണേ? ഇത് എത്ര വേണം? ഓക്കെ, കുറച്ച് ഇടാം. ഇത് ഇടാം. യെസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അരിഞ്ഞു വെച്ച നീലൻ മാങ്ങ, 2 നീലൻ മാങ്ങയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് എത്ര പേരക്ക? ഒരു പേരക്ക കട്ട് ചെയ്ത്. പക്ഷെ ആ പേരക്കൊക്കെ കട്ട് ചെയ്യാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. കാരണം അതിന്റെ തൊലി കളഞ്ഞ് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടാണ് എത്ര ഇതാക്കി വെച്ചിരിക്കുന്നത്. ഇനി അത് നേരത്തെ നമ്മൾ വറുത്തെടുത്ത ആ നെയ്യിലാണ് നമ്മളിത് രണ്ടും ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നന്നായിട്ട് വിളയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയാ? വേവിച്ചെടുക്കുക. യെസ്, വേവിച്ചെടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്ന വരെ. കാരണം ഓരോ സ്ഥലത്തും ഓരോ ഭാഷയാണ്, അതുകൊണ്ടാണ്. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ അതിഥികൾ ആരെങ്കിലും ഓരോരുത്തരായിട്ട് നമുക്കിങ്ങനെ വിളിച്ചാലോ അല്ലേ? നമുക്ക് ഇവരെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയ ചേച്ചിയുടെ മൂത്ത മകളെ പേര് പറഞ്ഞില്ല, നന്ദികനെ നമുക്കൊന്ന് വിളിച്ചാൽ നന്ദികയുടെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയിട്ട് വരാം. അതിന് മുന്നേ ചെറിയ ഒരു കുഞ്ഞു ഷോർട്ട് ബ്രേക്ക്. ഹായ്. ഓണം ഓഫറിൽ ടിവിയും ഫോണും വാങ്ങണം, അതല്ലേ പ്ലാൻ? നല്ല പൊളി ഓഫറുകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെന്താ, നമ്മൾ റെഡിയല്ലേ? കമ്പ കെട്ട് പൊട്ടട്ടെ, മുണ്ട് മടക്കി കുത്തട്ടെ, ചെണ്ടമേളം കൊട്ടി കയറി കേരളക്കര ഞെട്ടട്ടെ. മാവേലി വരുമോ, സമ്മാനങ്ങൾ വരുമോ, തന്നാലും ഇല്ലേലും നോൺ സ്റ്റോപ്പ് ആഘോഷം. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ന്യൂജൻ ഓണം, ന്യൂജൻ ഓഫേഴ്സ്, ന്യൂജൻ ഓക്സിജൻ. ഓക്സിജൻ ന്യൂ ജെൻ ഓണം ഓഫർ. 25 സ്വിഫ്റ്റ് കാറുകൾ ബമ്പർ സമ്മാനം. ഓഫർ മാത്രമല്ല, മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും ഉറപ്പായ സമ്മാനങ്ങൾ.
ഈ ഓണം പൊളിയാണ്, വൈബാണ്, വേറെ ലെവലാണ്. പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം. തകർപ്പൻ ഓഫറുകളുമായി നിവ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ. ഓഫറുകളുടെ ഭാഗമായി നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ഡെയിലി വിയർ ആൻഡ് പാർട്ടി വെയർ ആഭരണങ്ങൾക്കും പണിക്കൂലി 1% മുതൽ. സിംഗപ്പൂർ, ടർക്കിഷ്, ആന്റിക്, ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% വരെ മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. മെഗാ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ BIS HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 10,000 രൂപ വരെ ഡിസ്കൗണ്ട്. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷകാലം നിവ ഗോൾഡിനോടൊപ്പം. നിവ ഗോൾഡ്, ചെറുപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം. വെൽക്കം ബാക്ക് ടു ദ ഷോ നിവ ഗോൾഡ് ഡയമണ്ട്സ്. മധുരം തിരുമധുരം. നമ്മളങ്ങനെ ആ ഉത്രാട ദിനത്തിലെ ഇന്നത്തെ വിശേഷപ്പെട്ട ഒരു പായസം ഇതായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നീലൻമാങ്ങ, അതുപോലെ തന്നെ പേരക്ക, ഇളനീർ പായസം. അങ്ങനെ ഇളനീർ പായസമല്ല, ഇളനീരോട് കൂടി ചേർന്ന പായസമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി എന്തായി? സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ സെറ്റ് ആവട്ടെ. അതിന് മുന്നേ നമുക്കൊരു കുഞ്ഞ് അതിഥി ഉണ്ട്. ഹലോ, വെൽക്കം ടു ദ ഷോ. പേര് നേരത്തെ പറഞ്ഞു, നന്ദിക. നന്ദിക എന്ത് എത്രയല്ല പഠിക്കുന്നത്? ഞാൻ 8th. അമ്മ ഉണ്ടാക്കുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? ഒറ്റ ഉത്തരം ആലോചിക്കരുത്, പെട്ടെന്ന് പറയണം. ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? ചിക്കൻ ബിരിയാണി. അത് ഏറ്റവും ഫേവറേറ്റ്. എപ്പോഴും അമ്മോട് ഉണ്ടാക്കി തരാൻ പറയുന്നതും ഈ ചിക്കൻ ബിരിയാണി തന്നെയാണ്. യെസ്. ഓണൊക്കെയാണ്. ഓണക്കോടി എത്ര എണ്ണം കിട്ടി അത് പറയാം? 2 ഒന്ന് അച്ഛനും അമ്മയും മേടിച്ചു തന്നൊരു ഓണക്കോടി. രണ്ടാമത്തെ ആരുടെ? അമ്മച്ചന് മേടിച്ചത്. യെസ്. അപ്പൊ എന്തായാലും 2 ഓണക്കോടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇഷ്ടപ്പെട്ടോ ഓണക്കോടിയൊക്കെ? യെസ്. അപ്പൊ വെക്കേഷൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ? അതിന് ചെറിയൊരു സങ്കടം ഉണ്ട്. യെസ്. എവിടേക്കാണ് നമ്മൾ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതായത് അമ്മയുടെ വീട്ടിലേക്ക്. അമ്മയുടെ വെക്കേഷൻ ആയി കഴിഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ പോകണം, അതാണ് പ്ലാൻ അല്ലേ? അപ്പൊ അവിടെ പോയിട്ടാണ് ബാക്കി കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട്. യെസ്. എങ്ങനെയുണ്ട് സ്കൂൾ ലൈഫും? എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും ദീർഘശ്വാസം. നല്ല ടഫായിരുന്നോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ട് സ്കൂളിൽ? മാർക്കൊക്കെ ഉണ്ടോ? മാർക്കുണ്ട്. എങ്ങനെയുണ്ട് നന്ദിക? നന്നായിട്ട് പഠിക്കുമോ? പഠിക്കും. ക്ലാസ്സിലൊക്കെ ഫസ്റ്റ് ആണ്. യെസ്. ഒരു പാട്ട് തുടങ്ങിയാലോ നമുക്ക്? പാടില്ല. പിന്നെ എന്ത് ചെയ്യും? എന്താണ് ഹോബീസ് പ്രധാനപ്പെട്ടത്? ഡാൻസ് ആണ് അല്ലേ? എന്ത് ഡാൻസാണ് ഏറ്റവും പ്രധാനം? ക്ലാസിക്കൽ എന്ന് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം. യെസ്. ഇങ്ങനെ സബ് ജില്ലയിൽ ഏതുവരെ പോയി? അപ്പൊ ജില്ല അല്ല, അപ്പൊ സബ് ജില്ലയാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് അല്ലേ? യെസ്, റൈറ്റ്. അപ്പൊ എന്തായാലും നല്ല മോഹിനിയാട്ടി നർത്തകിയാണ് അല്ലേ? നർത്തകിയാണ്. അപ്പോൾ ആരാണ് ടീച്ചർ? ആരാ ഗുരു? ആരാ? ബൈജു മാഷ്. ഇവിടെ തന്നെയാണോ സ്ഥലം? എത്ര വർഷമായി പഠിക്കാൻ തുടങ്ങിയിട്ട്? 10th. യെസ്. ഞാൻ ഒരു ക്ലീഷേ ചോദ്യം ചോദിക്കാം. ക്ലീഷ ചോദ്യമാണ് ഇത്. ഇതിടയ്ക്ക് മറന്നു പോരുന്നത്. മാറ്റി വെക്കാം. യെസ്. അപ്പൊ മോളെ കുഞ്ഞു ബ്രേക്ക്, മോൾക്ക് ചെറിയൊരു ബ്രേക്ക് വരികയാണ്. നമ്മളിവിടെ നമ്മളെ മാങ്ങയും അതേപോലെ തന്നെ പേരക്കയും മെൽട്ടായിട്ട് വന്നു, സെറ്റായിട്ട് വന്നു. അപ്പൊ നമ്മൾ ചട്ടിയിൽ നിന്ന് വാങ്ങി വെക്കുകയാണ് അല്ലേ? ഇനി എന്താണ് ചേച്ചി നമ്മുടെ അടുത്ത നെക്സ്റ്റ് പരിപാടി? എന്താ? പാല്. യെസ്, റൈറ്റ്. അപ്പോൾ ചേച്ചി എടുക്കണ മുന്നേ മോളോട് കാര്യം കൂടി ചോദിക്കട്ടെ. അപ്പോൾ താഴെ ഇനിയും 2 പേരുണ്ട്. ഇതിൽ 3 പേരിൽ ഏറ്റവും കൂടുതൽ വികൃതി ആരാ? ഞാൻ തന്നെയാണ്. ആണോ? അല്ല, കണ്ണനാണ്. ഏറ്റവും ചെറിയ ആളാണ് വികൃതി. ഒരിക്കലും പറഞ്ഞ കേൾക്കാത്ത ആള് കണ്ണനാണോ? എന്ത് പറഞ്ഞാലും യെസ്. എന്താണ് കണ്ണ? അപ്പൊ ഇടയ്ക്കൊക്കെ പറഞ്ഞ കേൾക്കണ്ടേ ചേച്ചി അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഈ സ്കൂളൊക്കെ ഒരുമിച്ച് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാവിലെ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് 3 പേര് 3 സമയങ്ങളിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരേ സ്കൂളിലാണ് 3 ആൾ പഠിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിലാണ് അല്ലേ? യെസ്. അപ്പോൾ മോളെ ചെറിയ കുഞ്ഞു ബ്രേക്ക് കൂടി മോൾക്ക് തരികയാണ്. ഇവിടെ നമ്മളെ ചട്ടി കാലിയായിട്ട് കഴിഞ്ഞു, നമ്മളെല്ലാ സാധനങ്ങളും എടുത്തു കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി? പാലൊഴിക്കാൻ സമയമായി. യെസ്, റൈറ്റ്. അപ്പോൾ നമുക്ക് ഈ പാല് നമുക്ക് മോളെ കൊണ്ട് ഒഴിപ്പിക്കാം അല്ലേ? ഒഴിക്കില്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാങ്ങയും അതേപോലെ തന്നെ പേരയ്ക്കയും വഴച്ചെടുത്ത് അതേ ചട്ടിയിലേക്ക് പാലൊഴിക്കാൻ പോവാം അല്ലേ? പാലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പായസത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് എത്ര പേർക്ക് കഴിക്കാം? അപ്പോൾ ഈ പാല് കൊണ്ടുണ്ടാക്കുന്ന ഈ പായസം 5-6 പേർക്ക് കഴിക്കാം. ഒരു വീട്ടിലെ ഒരു നോർമൽ കുടുംബത്തിൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അല്ലേ? യെസ്, റൈറ്റ്.
ഇനി ഇതൊന്ന് ചൂടായി വരണം. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. ഓക്കെ, അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട് സംസാരിക്കാം. യെസ്, അപ്പോൾ എന്തായാലും പാട്ട് പാടില്ല എന്ന് പറഞ്ഞു. ഈ ഒരു സ്പേസിൽ വെച്ചിട്ട് ഡാൻസ് കളിപ്പിക്കാൻ എനിക്കൊരു നിവൃത്തിയില്ല. യെസ്, അപ്പോൾ പ്രധാനപ്പെട്ട ഹോബീസ് എന്ന് പറയുന്നത് വീട്ടിൽ ഡാൻസ് കളിക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് അല്ലേ. യെസ്, അമ്മയിൽ നിന്ന് ഞാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കും, രണ്ടുപേരെ കുറിച്ച്. അച്ഛനെ കുറിച്ചും ചോദിക്കും, അമ്മേനെ കുറിച്ചും ചോദിക്കും. ഉത്തരം തരില്ലേ? അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഏതാ? പെട്ടെന്ന് പറഞ്ഞോ, ആലോചിക്കരുത്. പഠിക്കാൻ പറയണേനോ? പഠിക്കാൻ പറയുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെടാത്തത്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ? ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അതാണ് ഏറ്റവും നമ്മളെ അത് ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞതാണ്. മലപ്പുറം സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഏറ്റവും കൂടുതൽ നന്നാക്കി സ്നേഹത്തോടെ വിളമ്പി കൊടുക്കാൻ പറ്റുന്നവരാണ്. ഇനി പുറമേ നിന്ന് വന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ആയിപ്പോവും. യെസ്, അപ്പോൾ നമ്മൾ അച്ഛനിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സ്വഭാവം ഏതാ? ഒന്നുമില്ല, എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അച്ഛൻ്റെ കുട്ടിയാണ് അല്ലേ. അമ്മയൊക്കെ കൂടുതൽ ഒരിത്തിരി സ്നേഹം അച്ഛനോടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞൂടാ, ഈക്വൽ ആണല്ലേ. യെസ്, നമ്മൾ ചോദിക്കല്ലോ ഈ കണ്ണാണോ ഏറ്റവും പ്രിയപ്പെട്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉത്തരം കൊടുക്കാൻ പറ്റും? ഒന്നും ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് നമുക്ക് അച്ഛനെയാണോ അമ്മയാണോ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റില്ല. രണ്ടുപേരും നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ് അല്ലേ. യെസ്, അപ്പോൾ എന്തായാലും നമ്മൾ മോളുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്താ അവിടെ നിന്നാണ് ആഗ്രഹം മോൾക്ക്? എന്താണ് അങ്ങനെ ഒരു ആഗ്രഹം? ഞാൻ പറയാൻ മനസ്സിൽ വിചാരിച്ചത് എന്താ അറിയോ, വലിയ നർത്തകിക്ക് ആവണം എന്നാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചത്. കാരണം ഡാൻസാണ് ഏറ്റവും വലിയ പാഷൻ എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ക്യാബിൻ ക്രൂ ആവണം എന്നുള്ളൊരു? കുറച്ച് മോഡലായിട്ട് നടക്കാനും പിന്നെ എനിക്ക് മേക്കപ്പ് ഇഷ്ടമാണ്. ശരിക്കും ഇപ്പോൾ നന്ദികയുടെ അലമാര തുറന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് മേക്കപ്പ് സാധനങ്ങളായിരിക്കും അല്ലേ? ശരി, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കുറെ കൺട്രീസ് ഒക്കെ ഇങ്ങനെ വിസിറ്റ് ചെയ്യണം, സ്ഥലങ്ങൾ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ. അതാണ് ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് പിന്നെ ഡാൻസിലേക്ക് ഒരു ഇഷ്ടം തോന്നിയത്? ഏത് നിമിഷത്തിൽ വെച്ചിട്ടാണ് ഡാൻസിനോടുള്ള ഇഷ്ടം തോന്നിയത്? അത് ഞാൻ 4 വയസ്സ് വരെ ഞാൻ ഡാൻസ് ഇങ്ങനെ കളിച്ച് പിന്നെ എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ കെട്ടി. എല്ലാവരും എന്താണ് ഡാൻസ് കണ്ട് ഏറ്റവും നന്നായി എന്ന് പറയാറുണ്ടോ? പിന്നെ അടിപൊളിയാണ്. ഒരുപാട് മൊമെന്റ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഒരുപാട് മൊമെന്റ്സുകളൊക്കെ ഇതൊക്കെ കണ്ടു, അവാർഡുകളൊക്കെ. ഇതൊക്കെ ഡാൻസിന് കിട്ടിയതാണോ? യെസ്, റൈറ്റ്. അപ്പോൾ എന്തായാലും നന്ദിക ഏറ്റവും വലിയ ഒരുപാട് ആഗ്രഹങ്ങളോടെ നടക്കുന്ന ഒരാളാണ്. ആ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക, ഗംഭീരമാവട്ടെ. എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പോൾ നല്ല മാർക്ക് ഉണ്ടാവട്ടെ. നല്ല മാർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ. യെസ്, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹാപ്പി ഓണം. അപ്പോൾ നമ്മളെങ്ങനെ പായസത്തിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ പായസത്തിൻ്റെ ആ പാല് തിളച്ച അതേപോലെ തന്നെ നെയ്യിൻ്റെ ഒക്കെ ഒരു മണം മൂക്കിലേക്ക് അടിക്കാൻ തുടങ്ങി. വായിൽ സത്യത്തിൽ കപ്പലൊടിക്കാനുള്ള വെള്ളം വരാൻ തുടങ്ങി. ഉച്ച സമയമാണ്, എല്ലാവരും വിശന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിൽ നമ്മൾ പായസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ആ വെയിറ്റ് ചെയ്യുന്ന ഇടയിൽ ഒരു ചെറിയ കുഞ്ഞു ബ്രേക്ക് എടുത്ത് പെട്ടെന്ന് തിരിച്ചു വരാൻ നിവ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മധുരം തിരുമധുരം ഷോട്ട്. പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം. തകർപ്പൻ ഓഫറുകളുമായി നിവ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ. ഓഫറുകളുടെ ഭാഗമായി നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ഡെയിലി വിയർ ആൻഡ് പാർട്ടി വെയർ ആഭരണങ്ങൾക്കും പണിക്കൂലി 1% മുതൽ. സിംഗപ്പൂർ, ടർക്കിഷ്, ആന്റിക്, ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% വരെ മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. മെഗാ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ BIS HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 10,000 രൂപ വരെ ഡിസ്കൗണ്ട്. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷകാലം നിവ ഗോൾഡിനോടൊപ്പം. നിവ ഗോൾഡ്, ചെറുപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം. നിവ ഗോൾഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മധുരം തിരുമധുരത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇൻ അസോസിയേഷൻ വിത്ത് ലൈഫ് 7 സൂപ്പർ മാർക്കറ്റ്. ഞാനിങ്ങനെ ഈ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ലൈഫ് 7 എന്നാണ് പേര്. അവിടെ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന ഒരുപാട് പാക്കറ്റുകളുണ്ട് അല്ലേ. നമ്മൾ ഇപ്പോഴത്തെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ നമ്മൾ പഴയ പോലെ അല്ല, നമ്മൾ ഈ അരിയൊക്കെ ആണെങ്കിൽ കുത്തി ഇതൊക്കെ പായസം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ചെറുപ്പശ്ശേരിയിലെ ഏറ്റവും വലിയ ഷോറൂമായിട്ടുള്ള ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലൂ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റം പായസത്തിൻ്റെ പാക്കറ്റുകൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പായസം മാത്രമല്ല, അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുണ്ട്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ലൈഫ് 7 സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്ന വഴി ഇടയ്ക്ക് അവിടെ കയറണം. യെസ്, അപ്പോൾ എന്തായാലും നമ്മൾ പായസം എന്തായി? പായസം പാല് തളിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇനി അതിലേക്ക് എന്താണ് വേണ്ടത്? കുറച്ച് ചൗവരി. യെസ്, ഞാനത് വേവിച്ച് വെച്ചതാണ്. ഇവിടെ വേവിച്ച് വെച്ച ചൊവ്വേരി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. പാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് എത്ര ഉണ്ടാവും? എത്ര ഗ്രാം ഉണ്ടാവും?
ഇത്ര കപ്പ് എന്നാണ് പറയുക, ഗ്രാം എന്നാണ് ഒരു പറയുക? അരക്കപ്പ്. അരക്കപ്പ് അല്ലേ? അരക്കപ്പ് ചൊവ്വരിയാണ്, വേവിച്ച് വെച്ച അരക്കപ്പ് ചൊവ്വരിയാണ് നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, യെസ്. ഓണമൊക്കെയാണ്. ഓണത്തിന് നമ്മളെല്ലാവരും ഫ്രഷ് മൈൻഡിലിരിക്കുകയാണ്. കാരണം എല്ലാ ഓണവും ഓരോ എന്താ പറയുക ആഘോഷമാണ്, ഓരോ എന്താ പറയുക ഓരോ പുതിയ വർഷത്തിലേക്കുള്ളൊരു കാൽവെപ്പാണ് എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും നമ്മൾ പായസത്തിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചൊവ്വരി ഇട്ട് കഴിഞ്ഞു. നേരത്തെ മോള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഏറ്റവും കൂടുതൽ പാചകം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കുന്നത്. എന്താണ് ഇങ്ങനെ ചിക്കൻ? നേരത്തെ ചേച്ചി പറഞ്ഞതും എനിക്ക് ബിരിയാണി വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് പറഞ്ഞത്, ചിക്കൻ ബിരിയാണി വെക്കുന്നത്. അത് ഈ ചിക്കൻ ബിരിയാണിയിൽ ഇങ്ങനെ വെറൈറ്റികളൊക്കെ പിടിക്കാറുണ്ടോ? എന്തൊക്കെ മോഡലുകളാണ്? ചിക്കൻ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലെന്നേ, പേരൊന്നും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. യെസ്. ഞാൻ നേരത്തെ ഒരു ചോദ്യം നമ്മൾ പകുതി വെച്ച് നിർത്തിപ്പോയൊരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്. ഈ പായസം എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് വെച്ച പായസം, അതായത് മാങ്ങ, പേരക്ക, ഇളനീർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പായസം പരുവാവും എന്നുള്ളൊരു ഒരു ഒരു തോട്ട് വരണ്ടേ? എങ്ങനെ വന്നു? നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അട, ചെറുപയർ പരിപ്പ്, എപ്പോഴും എല്ലാ സദ്യക്കും അത് തന്നെയല്ലേ. അപ്പൊ അതിൽ നിന്നൊന്ന് വ്യത്യാസമാക്കാൻ വെറൈറ്റി പിടിക്കുന്ന എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ്. യെസ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ആപ്പിൾ പായസമായിരുന്നു, ആപ്പിൾ കൊണ്ടുള്ള ഒരു പായസമായിരുന്നു ധന്യ ചേച്ചി നമുക്ക് വേണ്ടി വെച്ച് തന്നത്. അതിന് മുന്നേ മുല്ലപ്പൂ പായസമായിരുന്നു. എല്ലാ എപ്പിസോഡുകളും വെറൈറ്റി പായസങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ എപ്പിസോഡിൽ ഇതാ പേരിടാത്തൊരു പായസം, അങ്ങനെ പറയാം അല്ലേ? എല്ലാ പ്രാവശ്യവും പേരിട്ടുള്ള പായസമല്ലേ, ഇത്തവണ പേരിടാത്തൊരു പായസം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ശരിക്കും ഇതിനൊരു പേര് വേണ്ടേ? പേര് വേണം. അപ്പോൾ നമ്മളിവിടെ എൻ്റെ ചുറ്റും ഇവിടെ കുറേ ടീം മെമ്പേഴ്സ് ഉണ്ട്. നമ്മളെ ചേച്ചിയുടെ മക്കളുണ്ട് ഇവിടെ. അപ്പോൾ ചേച്ചിയുടെ മക്കളെ നമുക്കിവിടെ വിളിക്കുന്നതിന് മുന്നേ ഈ പായസത്തിനൊരു പേര് കണ്ടുപിടിച്ച് ഞാനിങ്ങോട്ട് വിളിക്കുള്ളൂ. അപ്പോൾ മക്കൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ പായസത്തിനൊരു പേര് കണ്ടുപിടിച്ച ശേഷം ഞാൻ റെഡി എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് വന്നോളാം. ഓക്കെ? യെസ്. അപ്പോൾ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്, ഈ പായസത്തിന് ഒരു പേര് കണ്ടുപിടിക്കാം. യെസ്. അപ്പോൾ നമ്മളിത് പാല് തിളച്ചു, അതിലേക്ക് വേവിച്ച് വെച്ച ചൊവ്വരി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം മിക്സ് ആയി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വെച്ച മാങ്ങയും പേരക്കയും ഇതിന്റെ ഒരു കുറച്ച് പകുതി എടുത്ത് നമുക്ക് അരയ്ക്കാം. ഓക്കെ. യെസ്. അപ്പോൾ നമ്മൾ നേരത്തെ ചേച്ചി കുറച്ച് നേരം ഒന്ന് കിച്ചണിലേക്ക് പോയി. ആ കിച്ചണിൽ പോയത് എന്തിനായിരുന്നു? മാങ്ങയും പേരക്കയും മിക്സിയിലിട്ടും ചെറുതായിട്ട് നരയ്ക്കാൻ. ആ അരച്ചെടുത്ത മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. യെസ്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും അല്ലേ? ശരി. ഓക്കെ. യെസ്. അപ്പോൾ നേരത്തെ അത് കുറച്ച് ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ, ബാക്കി ഇതേ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്യാണോ എന്താണ്? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, എന്താണ് ഈ നെക്സ്റ്റ് പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട്. യെസ്. അപ്പോൾ നമ്മൾ ഏകദേശം പായസത്തിൻ്റെ ഏകദേശം ഒരു മണവും രൂപമൊക്കെ വരാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? യെസ്. ഇനിയാണ് നമ്മളെ കുറേ നേരം കാത്തിരുന്ന ഇളനീര് ആഡ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇപ്പോഴും എൻ്റെ ചോദ്യം എന്താണെന്ന് അറിയോ? ഇവിടെ ഇനിയും ബാക്കിയാണ്, അത് ലാസ്റ്റ് ഉണ്ട്. യെസ്. അപ്പം നമ്മുടെ ഇളനീര് നമ്മൾ ആഡ് ചെയ്യാൻ സമയമായി. ഇളനീര് നമ്മൾ ആ പായസത്തിലേക്ക് ആഡ് ചെയ്യും. യെസ്. യെസ്. ഫുള്ളായിട്ട് നമ്മൾ ആഡ് ചെയ്യും അല്ലേ? കുറച്ച് ബാക്കി വയ്ക്കും. ഈ കുറച്ച് ബാക്കി വയ്ക്കണതിൽ എന്തോ ഒരു ഗുട്ടൻസ് ഉണ്ട് കേട്ടോ. യെസ്. അപ്പം അതിനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. യെസ്. അപ്പോൾ നമ്മളെ ആ ഒരു സ്മെല്ലും ആ ഒരു എന്താ പറയുക പായസത്തിൻ്റെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയൊക്കെ വരാൻ തുടങ്ങിയിട്ടാണ് അല്ലേ? യെസ്. അപ്പോൾ നേരത്തെ ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ നമ്മുടെ ജാനുമണി അമ്മേനെ നമുക്കൊന്ന് ഇങ്ങോട്ട് വിളിക്കാം അല്ലേ? ജാനുമണി അമ്മയുടെ വിശേഷങ്ങൾ ചോദിക്കണം, എന്തൊക്കെയാണ് ഓണത്തിൻ്റെ വിശേഷങ്ങൾ എന്നറിയണം. അപ്പോൾ നമുക്ക് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജാനുമണി അമ്മ, വെൽക്കം. വെൽക്കം ടു ദ ഷോ മധുരം തിരുമധുരം. ഓണൊക്കെയാണ്, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. യെസ്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം കേട്ടാന്നറിയോ, ഞാൻ അമ്മയെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചു. അപ്പം അമ്മ ഇവിടെ ഇലക്ഷൻ എന്നുള്ള വിവരം എനിക്ക് കിട്ടി. ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ട് വന്നത്? LDF വേണ്ടിയിട്ട്. എന്ത് പറ്റി? എത്ര വോട്ടിന് ജയിച്ചു, എത്ര വോട്ട് തോറ്റു? ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥി? ആരായിരുന്നു? UDF-ന്റെ അല്ലേ? ഇവിടെ UDF-ന്റെ ഒരു മേൽക്കോയ്മയുള്ളത്. എന്നിട്ടും ആ LDF-ന്റെ സ്ഥാനാർത്ഥിയാവാൻ കാണിച്ച ധൈര്യം, അതിന് സമ്മതിച്ചതേ പറ്റുള്ളൂ. യെസ്. അപ്പോൾ എന്താ ആളുകളുടെയൊക്കെ ഒരു സ്നേഹവും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ യെസ്. നേരത്തെ നമ്മളിങ്ങനെ ഒരു പായസം നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ഓണം എന്ന് പറയുമ്പോൾ അമ്മ നമ്മൾക്ക് എന്താണ് ആദ്യം ഓർമ്മ വരുന്നത്? അമ്മ പായസം ഉണ്ടാക്കണം, ഈ പണ്ട് കാലത്തൊരു ഓണം എന്ന് പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. അതായത് നമുക്ക് പെട്ടെന്ന് ഓണം എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? പൂക്കളം ഒരുക്കും, പൂവിടും. അത് കഴിഞ്ഞ് ഓണത്തിന് 4 ദിവസം മുമ്പ് തന്നെ ശർക്കര വരട്ടി ഉണ്ടാക്കും. എല്ലാം അച്ഛൻ തന്നെ ആദ്യം തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് പഴക്കം കട്ട് ചെയ്തിട്ട് ഉണക്കി. ഉണക്കില്ല, അല്ല നമ്മള് എന്താ പറയാ, കായ വറുത്ത് ശർക്കര ഉപ്പേരി ഉണ്ടാക്കും, ചിപ്സ് ഉണ്ടാക്കും.
അങ്ങനെ പലതും അങ്ങനെ ഉണ്ടാക്കും. ശരി. ഓണക്കളികളൊക്കെ ഉണ്ടാവില്ലേ? പഴയ ഓണക്കളികൾ എന്തൊക്കെയാണ്? പഴയ ഓണക്കളികൾ എന്തൊക്കെയായിരുന്നു? അങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഓണപ്പാട്ട് പാടും. ശരിക്കും അമ്മയുടെ വീട് അവിടെ, കറക്റ്റ് വീട് അവിടെ? എൻ്റെ വീട് മണ്ണാർക്കാട് അടുത്ത് അലനല്ലൂർ. അലനല്ലൂർ അല്ലേ? കേട്ടിട്ടുണ്ട്. അലനല്ലൂർ നല്ലൊരു കേട്ട സ്ഥലമാണ്. യെസ്, അലനല്ലൂർ പാട്ടൊക്കെ ഉണ്ടല്ലോ. നമ്മൾ ഒടിയൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ലാലേട്ടൻ പാടുന്നൊരു പാട്ടുണ്ട്, അറിയോ? അമ്മ പാട്ട് പാടില്ലേ? പാട്ട് പാടും. ചെറുതായിട്ടൊരു പാട്ട് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ടും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇതേ ഓണത്തിന് എല്ലാ പ്രിയ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. 2 വരി പാടാം. യെസ്, പാടാം. പാടൂ. പൂവിളി ഓണപ്പാട്ട് തന്നെ ആയിക്കോട്ടെ. യെസ്, ഓണപ്പാട്ട് തന്നെ വേണം. ഓണല്ലേ, ഓണത്തിന്റെ വൈബ് ഇല്ലേ ചേച്ചി? ഒരു ഓണപ്പാട്ട് ആയിക്കോട്ടെ അല്ലേ? കൂടെ പാടില്ലേ? കൂടെ പാടും, ഞങ്ങളും പാടും. യെസ്, റെഡി. ഓക്കെ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഓണം നീ വരൂ. പാടൂ. പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഗംഭീരം. അപ്പോൾ ഈ ഓണമായിട്ടൊരു ഓണപ്പാട്ട് കേട്ട് സന്തോഷമായി. പായസം റെഡിയാ? യെസ്, ഏകദേശം റെഡി ആയി. അമ്മ ഈ പായസം കഴിച്ചില്ലല്ലോ? ഞാനും ആദ്യമായിട്ട് കഴിക്കണം. ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. യെസ്, ആദ്യമായിട്ടാണ് ഇവിടെ ഈ വീട്ടിൽ ഈ പായസം ഉണ്ടാക്കുന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇന്നത്തെ ഈ പായസത്തിനുണ്ട്. യെസ്, അപ്പോൾ എന്തായാലും സെറ്റ് ഇതുവരെയായി. ഇനി എന്താണ് നെക്സ്റ്റ് പരിപാടി? കുറച്ച് സാധനങ്ങൾ ചേച്ചി ബാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാധനം, അതേപോലെ തന്നെ ഇളനീര്. ഇത് എന്തിനാന്നുള്ള കൺഫ്യൂഷനാണ്. അതേപോലെ ഇവിടെ ഒരു സാധനം പുറകിരിക്കുന്നുണ്ട്, ലാസ്റ്റിക്കുള്ളതാണ്. ഓക്കെ, മിൽക്ക് മെയ്ഡ്. യെസ്, ചേച്ചി നല്ല കുക്കാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. മകള് പറഞ്ഞു, ഇതേ ഇപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഇപ്പോൾ ചേച്ചിയുടെ കൈപ്പുണ്യം ഞാൻ അറിയാൻ പോകണം. എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? അടിപൊളിയാണ്. ഈ ചേച്ചി ഉണ്ടാക്കുന്നതിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ എന്ന് പറഞ്ഞേ? എല്ലാവരും ചിക്കൻ ബിരിയാണി പറഞ്ഞു. അമ്മയെങ്കിലും അത് മാറ്റി പറയണം. എനിക്ക് ചോറും കറി. ചോറും കറിയാണ് ഇഷ്ടം. അതിപ്പോ എന്ത് കറിയാണെങ്കിലും ഞാൻ കഴിച്ചോളൂ അല്ലേ? അതെന്തായാലും ഇഷ്ടമാണ്. യെസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഏകദേശം സെറ്റായി കഴിഞ്ഞു. അപ്പൊ അമ്മ താങ്ക് യു സോ മച്ച്. സദ്യയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ ഉത്രാട ദിനമായിട്ട് എന്ത് സദ്യക്കുള്ള എല്ലാ വട്ടങ്ങൾക്കും ഒരുങ്ങി കഴിഞ്ഞില്ലേ? യെസ്, അപ്പൊ തിരുവോണത്തിന് ഞാൻ ഉണ്ണാൻ വരും. അപ്പൊ നമ്മൾ പൊളിക്കും. അപ്പൊ താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്. യെസ് യെസ്. അപ്പൊ നമ്മൾ നേരത്തെ ബാക്കി വെച്ച ആ മാങ്ങയും അതേപോലെ തന്നെ പേരയ്ക്കയും മിക്സ് ചെയ്ത് വഴറ്റി വെച്ച സാധനം ഇവിടെ ഉണ്ട്. ആ ബാക്കി വെച്ചത് എന്തിനാന്നുള്ളത് ചേച്ചി ഇപ്പൊ പറയും. നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോവാണ്. യെസ്, ശരിക്കും മണക്കടിക്കാൻ തുടങ്ങിട്ടോ. ശരിക്കും വിശക്കാൻ തുടങ്ങി. അപ്പം ഇനി ഇലക്ക് അവിടെ റെഡിയാക്കി വെച്ചിരിക്കണം. ഈ പായസം ആയി കഴിഞ്ഞാൽ നല്ല സദ്യ അങ്ങോട്ട് വിളമ്പുക, അങ്ങോട്ട് കഴിക്കുക. യെസ്, റൈറ്റ് ചെയ്തിരിക്കുക. യെസ്, ഇനി എന്താ വേണ്ട ചേച്ചി? നമുക്കൊന്ന് ഫാസ്റ്റാക്കി, എനിക്ക് വിശപ്പ് തുടങ്ങി. യെസ്, റെഡിയായോ? അപ്പൊ ഇതിൽ നേരത്തെ ബാക്കിയുള്ളതൊക്കെ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. യെസ്, അപ്പൊ സെർവ് ചെയ്യാൻ വരട്ടെ. അപ്പൊ നമുക്ക് 2 ആളെ കൂടി നമുക്ക് ഇങ്ങോട്ട് വിളിക്കാനുണ്ട്. ഞാൻ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മൾ പായസത്തിന് പേരിടണം. സാധാരണ നമ്മൾ കുട്ടികൾക്ക് പേരിടുക എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പായസത്തിന് പേരിടുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും നമുക്ക് പായസത്തിൽ പേരിടൽ കർമ്മത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കണ്ണൻ, പാതു, പാറു, 3 പേരെയും ഒരുമിച്ച് വിളിക്കാം. യെസ്, ഇതാണ് നമ്മുടെ ഹൃദ്യ ചേച്ചിയുടെ 3 മക്കൾ. ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കുടുംബമാണ് ഇവരേറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇവരെ എത്ര ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഇയാൾ എത്രയല്ല പഠിക്കുന്നു പറഞ്ഞില്ലല്ലോ? 2ല്. അപ്പം തന്നോടാണ് ഞാനിതിന് പേരിടാൻ പറഞ്ഞത്. പേര് കണ്ടുപിടിച്ചോ? എന്താ പേര്? മധുരപ്പഴ കൂട്ടുകറി. അല്ല, കറിയല്ല, പായസം. മധുരപ്പഴ പായസം അല്ലേ? അടിപൊളി. നല്ല പേരല്ലേ? നല്ല പേരാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പേരുമായിട്ട് കുറച്ചുകൂടി ഒരു സാമ്യമുണ്ട്. മധുരം തിരുമധുരം എന്നാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ പേര്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ മധുരപ്പഴ പായസം അല്ലേ? യെസ്. അപ്പൊ ചേച്ചി ആ പേര് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. അപ്പൊ നമുക്ക് പേരായിട്ടാണ് പോവാ അല്ലേ? അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? ടേസ്റ്റ് ചെയ്യാം. യെസ്, ഇതുവരെ കഴിച്ചിട്ടില്ല. ആരും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇന്ന് ഈ പായസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയുണ്ട് മധുരപ്പഴ പായസം എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, റൈറ്റ്. അപ്പോൾ നമ്മുടെ കുട്ടി പട്ടാളം നമുക്കിപ്പോൾ ഉണ്ട്. നേരത്തെ നമ്മൾ ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എവിടുന്ന് കിട്ടിയ പേര്? ആര് പറഞ്ഞു തന്നു? സ്വന്തമായിട്ടുള്ള ഐഡിയ ആണോ? പിന്നെ എവിടുന്ന് കിട്ടി? ചേച്ചി പറഞ്ഞു തന്നു അല്ലേ? ഓ, അടിപൊളി. ചേച്ചിയാണ് നമ്മുടെ നന്ദിക അല്ലേ? നന്ദിക ചേച്ചിനെ എന്താ വിളിക്കാറ്? നന്ദിയേച്ചി എന്നാ വിളിക്കാറല്ലേ? അപ്പം നന്ദിയേച്ചിയാണ് പറഞ്ഞ ഐഡിയ മധുരപ്പഴ പായസം എന്നല്ലേ? എന്തായാലും നമുക്കങ്ങനെ മധുരപ്പഴ പായസം റെഡി ആയിട്ടുണ്ട്. എത്രയാണ് പഠിക്കുന്നത് പറഞ്ഞേ? 2ല്. ഇയാൾ എത്രയാണ് പഠിക്കുന്നത്? 1ല്. ഇതിന് കണ്ണനാണ് ഏറ്റവും വികൃതി എന്നാ പറഞ്ഞത്. ആണോ?
ആണ്, ഞാൻ സമ്മതിച്ചു, ഞാൻ തന്നെയാണ് അല്ലേ. അതെന്തെങ്ങനെ വികൃതിയാണെങ്കിൽ എന്താ കുറച്ച് വികൃതി കുറയ്ക്കണ്ടേ? ഇനി കുറയ്ക്കാം അല്ലേ? യെസ്. അപ്പോൾ കണ്ണൻ ഇനി കുറച്ച് വികൃതി കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? റെഡി അല്ലേ? യെസ്. ഞാൻ കണ്ണനോടൊരു ചോദ്യം ചോദിക്കട്ടെ. കണ്ണന് ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ നിറയെ കളിപ്പാട്ടങ്ങൾ. അതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളിപ്പാട്ടം ഏതാ? കാറ്. ഡ്രൈവ് ചെയ്ത് പോണ കാറാണോ ഇഷ്ടം? യെസ്. ആരാവണമെന്ന് ആഗ്രഹം? ജിമ്മനോ? എൻ്റെ ദൈവമേ, ജിമ്മനാവാനാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്നാണ് പറഞ്ഞത്. മോൾക്ക് ആരാവണം? അത് പറയാം. ഡോക്ടർ. യെസ്. അപ്പോൾ എനിക്ക് വല്ല പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ വരാമല്ലോ അല്ലേ? അപ്പോൾ ഫീൽ അത് എന്നെ ചികിത്സിക്കില്ലേ? ഉറപ്പാണോ? വാക്ക് മാറ്റുമോ? രണ്ടുപേരും പാട്ട് പാടി തരുമോ അതിൻ്റെ കൂട്ടത്തിൽ? പാടുമോ? എനിക്കറിയില്ല, എനിക്ക് അറിയാത്ത കാര്യം എന്നോട് ചോദിക്കരുത്. യെസ്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ പായസം റെഡിയാണ്. അപ്പോൾ പായസം കഴിച്ചോട്ടെ? യെസ്. ഈ പായസം നമ്മുടെ ബോളിലേക്ക് എടുക്കുകയാണ്. നമ്മൾ ആ ഒരു കുറേ നേരത്തെ നമ്മുടെ കഷ്ടപ്പാടാണ്. ചേച്ചി നമ്മളെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ചേച്ചി നേരത്തെ പറഞ്ഞു ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ ഞാനാണ് പരീക്ഷണം. യെസ്. ആ പരീക്ഷണത്തിന് തൊട്ട് മുന്നേ ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം പെട്ടെന്ന് തിരിച്ചു വരാം. നിവ ഗോൾഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മധുരം തിരുമധുരം ഷോപ്പിംഗ്. പൊന്നിൽ തിളങ്ങട്ടെ പൊന്നോണം. തകർപ്പൻ ഓഫറുകളുമായി നിവ ഗോൾഡ് പൊന്നിൻ പൂക്കാലം ഓഗസ്റ്റ് 15 മുതൽ സെപ്റ്റംബർ 30 വരെ. ഓഫറുകളുടെ ഭാഗമായി നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും ഡെയിലി വിയർ ആൻഡ് പാർട്ടി വെയർ ആഭരണങ്ങൾക്കും പണിക്കൂലി 1% മുതൽ. സിംഗപ്പൂർ, ടർക്കിഷ്, ആന്റിക്, ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾക്ക് പണിക്കൂലി 5% വരെ മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. മെഗാ എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ BIS HUID സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് കാരറ്റിന് 10,000 രൂപ വരെ ഡിസ്കൗണ്ട്. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷകാലം നിവ ഗോൾഡിനോടൊപ്പം. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം. മധുരപ്പഴം പായസം അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി അതൊക്കെ കഴിച്ചാൽ മാത്രം മതി. എല്ലാ ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. പക്ഷേ നമ്മളെല്ലാവരെയും പരിചയപ്പെട്ടു. പക്ഷെ ഒരാൾ മാത്രം ബിസിയായി. നമ്മൾ ഹീറോ എവിടെ പോയി? ലിറ്റിൽ ബിസി. കുറച്ച് ബിസി ആയി പോയത്. പക്ഷേ ചേട്ടൻ വരാമെന്ന് പറഞ്ഞതല്ലേ ഇന്ന്? എന്ത് പറ്റി? അവ വിളിക്കണ്ടേ എന്നായി? ശരി. ഇത്രയും സ്നേഹനിധിയായ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിലുണ്ണിയായ ചേട്ടനെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാത്തിരുന്ന ചേട്ടന്റെ മുഖം ഒന്ന് കാണാൻ വേണ്ടി. അപ്പൊ ആ ചേട്ടന്റെ മുഖം നമ്മൾ വരുന്ന എപ്പിസോഡുകളിലൊക്കെ കാണിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ഇല്ലേ? അടുത്ത വർഷം നോക്കാം. അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ചേട്ടനെ കാണിക്കാം. അപ്പൊ നമുക്ക് കഴിച്ചാലോ? യെസ്, റെഡി. ഇത് കഴിഞ്ഞ് നല്ല സദ്യ ഉണ്ട്. ഇവിടെ നേരത്തെ ജാനുമണി അമ്മേനെ ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമ്മൾ ടേബിളിൽ ഇപ്പോൾ ഇലക്കെ ഇട്ടിട്ട് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പായസം കൊണ്ട് ചെന്നാൽ മാത്രം. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞാൽ അസാധ്യ ചൂടുണ്ട്. ഈ സ്പൂണൊക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. കഴിച്ചു നോക്കാം. ആ ഒരു എന്താ പറയുക, മാങ്ങയുടെ, പേരക്കയുടെ, അതേപോലെ തന്നെ നമ്മുടെ ഇളനീരിൻ്റെ എല്ലാം ഒരു ഫ്ലേവർ ഇങ്ങനെ നാവിലേക്ക് തട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ സാധാരണഗതിയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടാലാണ് ഈ ഒരു ടേസ്റ്റ് കിട്ടുക. ശരിക്കും അതിനെ തൊട്ട് നോക്കിയിട്ടില്ല. തൊടുന്നതിന് മുന്നേ ആ ടേസ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. അപ്പം മധുരപ്പഴ പായസം എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഗംഭീരമാണ്. ഇത് ചുമ്മാ പറയുന്നതല്ല. ഈ ഉത്രാട ദിനത്തിൽ എല്ലാവരും നാളെ തിരുവോണമാണ്, അവിട്ടമാണ്, ചതയമാണ്. ഏതെങ്കിലും ഒരു 3 ദിവസത്തിലുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളിതൊന്ന് പ്ലാൻ ചെയ്യണം. പെട്ടെന്നൊരു ടിപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുത്തേ. ഈ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ലഘുവായിട്ടൊന്ന് പെട്ടെന്ന് പറയാം പ്രേക്ഷകരോട്. നല്ല പഴുത്ത മാങ്ങ, പേരക്ക, പിന്നെ കുറച്ച് ഇളനീര്, ഇതൊന്ന് കുറച്ചൊന്ന് നെയ്യിൽ വിളയിച്ചെടുക്കുക. അപ്പോൾ പകുതി എടുത്തിട്ട് അരയ്ക്കുക. അരച്ചത് പാല് തിളച്ചിട്ട് അതിനകത്ത് കുറച്ച് ചവ്വരി വേവിക്കുക. അതിലേക്ക് അരച്ച് വെച്ച പൾപ്പും കൂടി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ അത്ര തന്നെ, കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. സിമ്പിളാണ്. യെസ്. ബാക്കി എപ്പിസോഡ് കാണാം. എപ്പിസോഡിൽ കൃത്യമായിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മലയാളി പ്രേക്ഷകരെ, ഇത്രയും നല്ല മധുരമുള്ള ഈ ഒരു മധുരം തിരുമധുരത്തിലേക്ക് ഏറ്റവും നല്ല തിരുമധുരമാണ് എനിക്ക് തന്നത്.
അപ്പോൾ ഇത്രയും നേരം ഞങ്ങളെ സഹിച്ച, എന്നെ സഹിച്ച, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇത്രയും നല്ല മധുരമായിട്ടുള്ള ഒരു പായസ ഡിഷ് പരിചയപ്പെടുത്തിയ ചേച്ചി ഒരുപാട് നന്ദി. ഹാപ്പി ഓണം. സെയിം ടു യു. ഞാൻ അങ്ങോട്ട് പറയുന്നത് കാര്യം മുന്നേ ഇങ്ങോട്ട് പറഞ്ഞല്ലേ. അപ്പോൾ കുടുംബത്തിലെല്ലാവർക്കും ഹാപ്പി ഓണം നേരുക. നേരത്തെ ചേച്ചി പറഞ്ഞ വയനാട്ടിലെ ചേച്ചിയുടെ വീട്ടുകാരോട് ഹാപ്പി ഓണം പറയാം. ഞങ്ങളുടെ പ്രേക്ഷകരോട് എല്ലാം ലാസ്റ്റ് അവസാനമായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും തിരുവോണാശംസകൾ. മധുരം തിരുമധുരത്തിന്റെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു ഓണക്കാലത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.